ഹലോ ആൾ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. തെർമൽ സ്ട്രീമിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രഷർ ലിമിറ്റ്സ് ഓഫ് എ റാങ്കൈൻ സൈക്കിൾ ദ ഹയസ്റ്റ് എഫിഷ്യൻസി ഒക്കേഴ്സ് ഫോർ. റാങ്കൈൻ സൈക്കിളിന്റെ ചോദ്യമാണ്. റാങ്കൈൻ സൈക്കിളിന്റെ ഏത് വേരിയന്റിലാണ് ഹയസ്റ്റ് എഫിഷ്യൻസി വരുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സൂപ്പർ ഹീറ്റഡ് സൈക്കിൾ, രണ്ടാമത്തേത് സാച്ചുറേറ്റഡ് സൈക്കിൾ, മൂന്നാമത്തേത് റീഹീറ്റ് സൈക്കിൾ, നാലാമത്തേത് റീജനറേറ്റീവ് സൈക്കിൾ. അപ്പോ ഓരോ ഓപ്ഷൻസും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള റാങ്കൈൻ സൈക്കിൾ വേരിയന്റ് ആണ് സാച്ചുറേറ്റഡ് സൈക്കിൾ, വേർ സ്റ്റീം ഈസ് ജനറേറ്റഡ് അറ്റ് സാച്ചുറേറ്റഡ് കണ്ടീഷൻസ്. അതായത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൈക്കിളിൽ സ്റ്റീമിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും ബിഫോർ എക്സ്പാൻഷൻ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് സാച്ചുറേറ്റഡ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് സൂപ്പർ ഹീറ്റഡ് സൈക്കിൾ, അതായത് ബിയോണ്ട് ദ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. സ്റ്റീം നമ്മൾ ഫർദർ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ബിയോണ്ട് ദ സാച്ചുറേഷൻ ടെമ്പറേച്ചർ സ്റ്റീം വരുന്ന കണ്ടീഷൻ ആണ് ഇത് സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ, വേർ ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ആൻഡ് അവോയ്ഡിങ് കണ്ടൻസേഷൻ ഇൻ ദ ടർബൈൻ. ടർബൈനിൽ കണ്ടൻസേഷൻ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ടർബൈൻ ബ്ലേഡ്സിനെല്ലാം നമുക്ക് എറോഷനിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്നതാണ് സൂപ്പർ ഹീറ്റിംഗ്. സൂപ്പർ ഹീറ്റിംഗ് എക്യുപ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ സൂപ്പർ ഹീറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ സൈക്കിൾ എന്ന് പറയുന്നത് റീഹീറ്റ് സൈക്കിൾ ആണ്, വേർ സ്റ്റീം ഈസ് എക്സ്പാൻഡഡ് ഇൻ സ്റ്റേജസ് റീഹീറ്റഡ് ബിറ്റ്വീൻ ടർബൈൻസ് ടു മെയിൻറ്റെയിൻ ഡ്രൈനെസ് ആൻഡ് ഇംപ്രൂവിംഗ് വർക്ക് ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വർക്ക് ഔട്ട്പുട്ട് ഇംപ്രൂവ്മെന്റിലാണ് ചെയ്യുന്നതാണ്. സ്റ്റീം ഈസ് എക്സ്പാൻഡഡ് ഇൻ സ്റ്റേജസ്, 1-2 സ്റ്റേജുകളിലായിട്ട് സ്റ്റീമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ റീഹീറ്റിംഗ് എന്ന് പറയുന്നത്, റീഹീറ്റഡ് ബിറ്റ്വീൻ ടർബൈൻ സ്റ്റേജസ്. അതിനാണ് നമ്മൾ റീഹീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ റീജനറേഷൻ, വേർ പാർട്ട് ഓഫ് ദ സ്റ്റീം ഈസ് എക്സ്ട്രാക്റ്റഡ് ടു പ്രീഹീറ്റ് ദ ഫീഡ് വാട്ടർ ബൂസ്റ്റിംഗ് സൈക്കിൾ എഫിഷ്യൻസി ബൈ റെഡ്യൂസിംഗ് ദ ഫ്യൂൽ കൺസംഷൻ. അതായത് ബോയിലറിലേക്ക് പോകുന്നതിന് മുന്നേ ഫീഡ് വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. എങ്ങനെ ഹീറ്റ് ചെയ്യുന്നു? പാർട്ട് ഓഫ് ദ സ്റ്റീം ഈസ് ബീങ് എക്സ്ട്രാക്റ്റഡ്. ഈ എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്റ്റീം ഉപയോഗിച്ചിട്ട് നമ്മൾ ഫീഡ് വാട്ടറിനെ പ്രീഹീറ്റ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ഫ്യൂൽ കൺസംഷൻ റെഡ്യൂസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ഫോർ ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ഓർ ഓഫറിംഗ് മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് റീജനറേഷൻ ആണ്. സോ ഓപ്ഷൻ ഈസ് ഡി. പിന്നെ നമുക്ക് ഇതിനകത്ത് വർക്ക് ഔട്ട്പുട്ടും എഫിഷ്യൻസിയും ഒരു കമ്പാരിസൺ നോക്കാം. അതായത് ഓരോരോ സൈക്കിൾ വേരിയന്റ് അതിന്റെ വർക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ്, എഫിഷ്യൻസി എങ്ങനെയാണെന്നുള്ളത്. സിമ്പിൾ റാങ്കിനിൽ മോഡറേറ്റ് എക്സ്പാൻഷൻ ഫ്രം സാച്ചുറേറ്റഡ് വേപ്പർ ഓൺലി, മോഡറേറ്റ് വർക്ക് ഔട്ട്പുട്ട് ആണ്, എക്സ്പാൻഷൻ ഫ്രം സാച്ചുറേറ്റഡ് വേപ്പർ. സൂപ്പർ ഹീറ്റിൽ ഹയർ വർക്ക് ഔട്ട്പുട്ട് ആണ്. റീഹീറ്റ് റാങ്കൈനിൽ ഈവൻ ഹയർ ആണ്. പക്ഷെ റീജനറേറ്റീവ് റാങ്കൈനിൽ ഫോക്കസ് ചെയ്യുന്നത് വർക്ക് ഔട്ട്പുട്ടിലല്ല, ഹയർ എഫിഷ്യൻസിയിലാണ്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു ബേസ് ലൈൻ കമ്പാരിസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റീം എഞ്ചിൻ പാർട്ട് വിച്ച് ഗൈഡ്സ് മോഷൻ ഓഫ് പിസ്റ്റൺ റോഡ് ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം ബെൻഡിങ്. അതായത് സ്റ്റീം എഞ്ചിൻ പാർട്ടിനെ കുറിച്ചാണ് ചോദ്യം. സ്റ്റീം എഞ്ചിൻ പാർട്ട്, അതായത് പിസ്റ്റണിനെ ഗൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ അത് ബെൻഡിങ്ങിൽ നിന്ന് അതിനെ പ്രിവെന്റ് ചെയ്യുന്നുള്ള അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റീം എഞ്ചിൻ പാർട്ട് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ക്രാങ്ക് ഷാഫ്റ്റ്, which is actually converting the reciprocating motion of the piston into rotary motion but does not guide or support the piston rod. അതായത് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ റോട്ടറി മോഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിൻ പാർട്ടാണ് ഇത് ക്രാങ്ക് ഷാഫ്റ്റ്. അതിന് പിസ്റ്റൺ റോഡുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും, അതായത് പിസ്റ്റൺ റോഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഓപ്ഷൻ ക്രോസ് ഹെഡ് ആണ്. ക്രോസ് ഹെഡ് ഗൈഡ്സ് ദ പിസ്റ്റൺ റോഡ് ഇൻ സ്ട്രേറ്റ് ലൈൻ ആൻഡ് പ്രിവെന്റ്സ് സൈഡ് ത്രസ്റ്റ് ആൻഡ് ബെൻഡിങ്. ഇതാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. കാരണം പിസ്റ്റൺ റോഡിനെ ഗൈഡ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ബെൻഡിങ്ങിൽ നിന്ന് അതിനെ പ്രിവെന്റ് ചെയ്യും ചെയ്യാനുള്ള പ്രിവെന്റ് ചെയ്യുന്ന ഒരു എഞ്ചിൻ പാർട്ടാണ് ചോദ്യം. ആൻസർ ക്രോസ് ഹെഡ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻസ് വരുന്നത് വാൽവ് റോഡ് ആണ്. വാൽവ് റോഡ് ട്രാൻസ്മിറ്റിംഗ് ദ മോഷൻ ടു ദ സ്റ്റീം വാൽവ് ഓൺലി ആൻഡ് ഹാസ് നോ റോൾ ഇൻ ഗൈഡിംഗ് ദ പിസ്റ്റൺ റോഡ്. അതായത് സ്റ്റീം വാൽവിലേക്കുള്ള മോഷൻ ട്രാൻസ്മിഷൻ ആണ് വാൽവ് റോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് എക്സെൻട്രിക് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് ദ വാൽവ് ഗിയർ ആൻഡ് ഡസ് നോട്ട് സപ്പോർട്ട് ഓർ ഗൈഡ് ദി പിസ്റ്റൺ റോഡ്. വാൽവ് ഗിയർ ഓപ്പറേറ്റ് ചെയ്യുന്ന മെക്കാനിസം ആണ് എക്സെൻട്രിക്.
അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ക്രോസ് ഹെഡ് ആണ്. ഓക്കെ. Next question. In an impulse reaction turbine, the heat drops in the fixed and moving blades are 20 kg per kilojoule per kilogram and 40 kilojoule per kilogram respectively. The degree of reaction, അതായത് ഇമ്പൾസ് റിയാക്ഷൻ ടർബൈനിൽ ഹീറ്റ് ഡ്രോപ്പ് തന്നിട്ടുണ്ട്, ഫിക്സഡ് ബ്ലേഡിലും മൂവിംഗ് ബ്ലേഡിലുള്ള ഹീറ്റ് ഡ്രോപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഡിഗ്രി ഓഫ് റിയാക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് R is equal to heat drop in moving blades divided by total heat drop in the steel. ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫിക്സഡ് ബ്ലേഡിലും അതുപോലെ തന്നെ മൂവിംഗ് ബ്ലേഡിലുള്ള ഹീറ്റ് ഡ്രോപ്പ് 20 kg per കിലോജൂൾ പെർ കിലോഗ്രാമും അതുപോലെ തന്നെ 40 കിലോജൂൾ പെർ കിലോഗ്രാം തന്നിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ ഹീറ്റ് ഡ്രോപ്പ് വരുന്നത് 20 + 40 60 കിലോജൂൾ പെർ കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഡിഗ്രി ഓഫ് റിയാക്ഷൻ 40/60 = 2/3 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാരണം 2/3 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ സബ്സോണിക് ഫ്ലോ ത്രൂ എ നോസിൽ ദ ഫോളോയിങ് ചേഞ്ചസ് ഒക്കർ ഇൻ വെലോസിറ്റി ആൻഡ് പ്രഷർ അലോങ് ദ ഫ്ലോ ഡയറക്ഷൻ. അതായത് സബ്സോണിക് ഫ്ലോ ആണ് ഇവിടെ പറയുന്നത്. സബ്സോണിക് ഫ്ലോയിൽ വാട്ട് ഈസ് ദ വേരിയേഷൻ ഇൻ വെലോസിറ്റി, what is the variation in pressure, flow direction, along the flow direction, how the pressure is changing, how the velocity is changing. ഇതാണ് ചോദ്യം. നോക്കാം. In a nozzle the purpose is to convert pressure energy into kinetic energy. നമുക്കറിയാം നോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് for increasing the kinetic energy ആണ്. By increasing the velocity kinetic energy will be increased. അതെങ്ങനെയാണ്? converting the pressure energy into kinetic energy. ഇനി സബ്സോണിക് ഫ്ലോയുടെ കേസ് ആണെങ്കിൽ ആക്സലറേഷൻ ഒക്കേഴ്സ് ഇൻ എ കൺവെർജന്റ് നോസിൽ. സബ്സോണിക് ഫ്ലോയിൽ ആക്സലറേഷൻ നടക്കുന്നത് എവിടെയാണ്? കൺവെർജിംഗ് പാർട്ടിലാണ്. ആസ് ദ ഫ്ലൂയിഡ് ഈസ് ആക്സലറേറ്റിംഗ് ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഡിക്രീസസ് ബിക്കോസ് എനർജി ഈസ് കൺവേർട്ടഡ് ഫ്രം പ്രഷർ ടു കൈനറ്റിക്. ആൾറെഡി നമ്മൾ പറഞ്ഞു പ്രഷർ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് നോസിൽ. അപ്പൊ വെലോസിറ്റി കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? സ്റ്റാറ്റിക് പ്രഷർ കുറയുന്നു. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ വരുന്നത് വെലോസിറ്റി ഇൻക്രീസസ്, സ്റ്റാറ്റിക് പ്രഷർ ഡിക്രീസസ്. ഇനി നോസിൽ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഡിഫ്യൂസറിന്റെ ഓപ്ഷൻ കൂടെ നോക്കാം. ഡിഫ്യൂസർ എന്ന് പറയുന്നത് പ്രഷർ ഇൻക്രീസസ്, വെലോസിറ്റി ഡിക്രീസസ്. സോ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് നേരെ റിവേഴ്സ് ആണ്. നോസിലിൽ നമുക്ക് വെലോസിറ്റി കൂടുന്നു, സ്റ്റാറ്റിക് പ്രഷർ കുറയുന്നു. അതേസമയം ഡിഫ്യൂസറിൽ പ്രഷർ കൂടുന്നു, വെലോസിറ്റി കുറയുന്നു. ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻക്രീസസ്, സ്റ്റാറ്റിക് പ്രഷർ ഡിക്രീസസ്. ഇത് പറഞ്ഞു വന്ന സമയത്ത് ഡിഫ്യൂസറും കൂടെ പറഞ്ഞതാണ്. ഇനി വേറൊരു കാര്യം നോട്ട് ചെയ്യുക. സബ്സോണിക് നോസിലിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് കൺവേർജിംഗ് പാർട്ടിലാണ് നടക്കുന്നത്. അതേസമയം സൂപ്പർസോണിക് നോസിലാണെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഡൈവേർജിംഗ് പാർട്ടിലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് പ്രഷർ ഡിക്രീസസ്, വെലോസിറ്റി ഇൻക്രീസസ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The volumetric efficiency of a well-designed SI engine lies in the range of, അതായത് SI എഞ്ചിൻ പെട്രോൾ എഞ്ചിന്റെ വോളിമെട്രിക് എഫിഷ്യൻസി റേഞ്ച് ഏത് റേഞ്ചിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നമുക്കൊരു റേഞ്ച് മാത്രമേ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഓരോരോ ലോസസ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു റേഞ്ച് മാത്രമേ നമുക്ക് വോളിമെട്രിക് എഫിഷ്യൻസി സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വോളിമെട്രിക് എഫിഷ്യൻസിയുടെ ഡിഫിനിഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ വോളിയം ഓഫ് എയർ inducted into the cylinder to the theoretical swept volume in a well-defined spark ignition engine due to throttling losses, heating of air intake and flow restrictions. The volumetric efficiency is usually less than 100 and ranges between 70 to 90. Standard value എന്ന് പറയുന്നത് 70 തൊട്ട് 90 വരെ ആവാം. We can only specify the range. So ഇവിടെ correct answer വരുന്നത് ഓപ്ഷൻ ഡി 71 to 90%. Next question. In a two-stage reciprocating air compressor, the suction and delivery pressures are 1 and 4 bar respectively. For maximum efficiency, the intercooler or intermediate pressure is. Intermediate pressure, two-stage air compressor le intermediate pressure ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. Suction delivery pressure തന്നിട്ടുണ്ട്. നോക്കാം. In a two-stage reciprocating compressor, maximum efficiency or minimum work നമുക്കറിയാം
റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ അല്ലെങ്കിൽ കംപ്രസറിൽ ജനറലി ഇൻപുട്ട് വർക്ക് നമ്മൾ വർക്ക് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇൻപുട്ട് വർക്ക് മിനിമം ആയിരിക്കണം. സോ മിനിമം വർക്ക് എന്ന് പറയുമ്പോൾ മാക്സിമം എഫിഷ്യൻസി ആയിരിക്കും. വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ ദ പ്രഷർ റേഷ്യോ ഈസ് ഈക്വൽ ഇൻ ബോത്ത് സ്റ്റേജസ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 സ്റ്റേജ് ആണ്, 2 സ്റ്റേജിലാണ് കംപ്രഷൻ നടക്കുന്നത്. അപ്പോൾ പ്രഷർ റേഷ്യോ 2 സ്റ്റേജിലുള്ള പ്രഷർ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുള്ളൂ. സോ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് the intercooler or the intermediate pressure should be the geometric mean of suction and delivery pressures, that is P2 is equal to root of P1 into P3. P1 ഉം P3 നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2 bar എന്ന് ആൻസർ കിട്ടും. സോ ഹിയർ ഓപ്ഷൻ ഈസ് സി, 2 bar. Next question. If an axial flow compressor is designed for a constant velocity through all stages, then the area of annulus of the succeeding stage. Axial flow compressor ne കുറിച്ചുള്ള ചോദ്യമാണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആനുലസ് ഏരിയ എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യോ അതല്ല ഇൻക്രീസ് ചെയ്യോ അതല്ല കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. In an axial flow compressor, the mass flow rate is constant through all stages. അത് ജനറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ആക്സിയൽ ഫ്ലോ കംപ്രസറിൽ എല്ലാ സ്റ്റേജിലും മാസ് ഫ്ലോ റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്കറിയാം മാസ് ഫ്ലോ റേറ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ m dot is equal to density into area into velocity. ഇനി if the air is compressed, if the density increases stage by stage, എയർ കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ്, ഓരോ സ്റ്റേജിലും ഡെൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ റോ കീപ്സ് ഓൺ ഇൻക്രീസിങ്. ദെൻ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ റോ കൂടിക്കൊണ്ടേയിരിക്കുന്നു, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, മാസ് ഫ്ലോ റേറ്റ് നമുക്ക് കോൺസ്റ്റന്റ് ആക്കി നിർത്തണമെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആനുലസ് ഏരിയ മസ്റ്റ് ഡിക്രീസ്. അപ്പൊ ഇവിടെ ഫൈനൽ ആൻസർ വരുന്നത് പ്രോഗ്രസീവ്ലി ഡിക്രീസ്, ഓപ്ഷൻ ബി. Next question. Increasing the number of reheating stages in a gas turbine to infinity makes the expansion tending. അതായത് നമ്പർ ഓഫ് റീഹീറ്റിംഗ് സ്റ്റേജസിന്റെ നമ്പർ ഇൻഫിനിറ്റിയിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? എക്സ്പാൻഷൻ ഐസോതെർമൽ ആയിരിക്കുമോ, ഐസോബാറിക് ആയിരിക്കുമോ, അഡിയബാറ്റിക്കോ അങ്ങനെയാണോ, അല്ല റിവേഴ്സിബിൾ അല്ലെങ്കിൽ ഐസെൻട്രോപിക് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. With infinite reheating stages, heat is added continuously to offset expansion cooling. Hence, the expansion approaches constant temperature. അതായത് ഓരോ റീഹീറ്റിംഗ് സ്റ്റേജിലും ടെമ്പറേച്ചർ കുറയുന്നതുകൊണ്ട്, എക്സ്പാൻഷൻ കാരണം ടെമ്പറേച്ചർ കുറയുന്നതുകൊണ്ട് നമ്മൾ മേക്കപ്പ് ഹീറ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഇൻഫിനിറ്റ് സ്റ്റേജിന്റെ കേസ് വരുമ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഹീറ്റ് ആഡ് ചെയ്ത് അവസാനം അതൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ള ലെവലിലേക്ക് എത്തും. അതാണ് നമ്മൾ ഐസോതെർമൽ എന്നാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഹാസ് എ COP ഓഫ് 4.5. ഇഫ് ഇറ്റ് വർക്ക്സ് ആസ് എ ഹീറ്റ് പമ്പ് ആൻഡ് കൺസ്യൂം 1 kilowatt, ദ ഹീറ്റിംഗ് എഫക്ട്. റെഫ്രിജറേറ്ററും അതുപോലെ തന്നെ ഹീറ്റ് പമ്പും അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. COP നമുക്കറിയാം, റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് പമ്പ് ആൻഡ് റെഫ്രിജറേറ്റർ, അതായത് COP ഓഫ് ഹീറ്റ് പമ്പ്, COP ഓഫ് refrigerator are related by COP of heat pump is equal to COP of refrigerator plus 1. Already നമുക്ക് COP of refrigerator 4.5 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. So COP of heat pump will be equal to 4.5 plus 1 equals 5.5. That is the correct answer. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, 5.5 kilowatt. Next question. In aqua ammonia and lithium bromide water absorbent refrigeration system, the refrigerants are, അതായത് aqua ammonia അതുപോലെ ലിഥിയം ബ്രോമൈഡ് വാട്ടർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ ഏതാണ് റെഫ്രിജറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അതായത് ഇൻ aqua ammonia system, ammonia is the refrigerant and water is the absorbent. അതുപോലെ തന്നെ in lithium bromide water system, water is the refrigerant and lithium bromide is the absorbent. So ഇവിടെ ഫൈനൽ ആൻസർ വരുന്നത് അമോണിയ ആൻഡ് വാട്ടർ, ഓപ്ഷൻ ടി.
Next question. During chemical dehumidification process of air, chemical dehumidification സമയത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് എന്താ സംഭവിക്കുന്നത്, ഹ്യൂമിഡിറ്റി എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. In a chemical dehumidification, a hygroscopic material or chemical like silica gel or lithium chloride solution absorb moisture from the air. Chemical dehumidificationൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഗ്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ മോയിസ്ചറിനോട് അഫിനിറ്റി ഉള്ള ഒരു കെമിക്കൽ, സിലിക്ക ജെൽ പോലെയോ അല്ലെങ്കിൽ ലിഥിയം ക്ലോറൈഡ് പോലെയോ ഒരു സൊല്യൂഷൻ എന്താ ചെയ്യുന്നത്, എയറിൽ നിന്ന് മോയിസ്ചർ അബ്സോർബ് ചെയ്യുന്നു. So as the moisture is removed, the specific humidity is decreased, and since the chemical dehumidification process is exothermic, so the air gets heated and dry bulb temperature increases. അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അത് കാരണം എന്ത് ചെയ്യുന്നു, നമുക്ക് ഹീറ്റ് ഈസ് ബീങ് ലിബറേറ്റഡ് ആൻഡ് ദാറ്റ് ഈസ് ബീങ് അക്സെപ്റ്റഡ് ബൈ ദ എയർ. സോ എയർ ഹീറ്റ് ആവും. എയർ ഹീറ്റ് ആവും എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടും. സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് dry bulb temperature increases and specific humidity decreases. Option is C. Next question. An increase in fin effectiveness is caused by high values of. Fin നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് എന്തിനാണ്, fin is actually increasing the heat transfer by effectively increasing the area. ഏരിയ എഫക്റ്റീവ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ ട്രാൻസ്ഫർ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടാണ് ഫിൻ ഉപയോഗിക്കുന്നത്. അപ്പോ ഫിൻ എഫക്റ്റീവ്നെസ് എപ്പോഴാണ് കൂടുന്നത്, ഇൻക്രീസ്ഡ് വാല്യൂ ഓഫ് ഫിൻ എഫക്റ്റീവ്നെസ് ഏതൊക്കെ കണ്ടീഷനിലാണ് ഹൈ ഫിൻ എഫക്റ്റീവ്നെസ് ഉണ്ടാവുന്നതാണ് ചോദ്യം. ഫിൻ എഫക്റ്റിവിറ്റി മെയിൻലി ഇൻക്രീസസ് വിത്ത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി സോ ദാറ്റ് ഹീറ്റ് സ്പ്രെഡ്സ് എഫിഷ്യന്റ്ലി അലോങ് ദ ഫിൻ ആൻഡ് ലാർജ് സർക്കംഫറൻസ് വിച്ച് പ്രൊവൈഡ്സ് മോർ സർഫസ് ഏരിയ ഫോർ കൺവെക്ഷൻ. തെർമൽ കണ്ടക്ടിവിറ്റി കൂടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് വളരെ വേഗം ഫിന്നിലൂടെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ സർക്കംഫറൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സർഫസ് ഏരിയ വിൽ ബി മോർ. അതുകൊണ്ട് രണ്ടും ഫേവറബിൾ കണ്ടീഷൻ ആണ്. സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2 and 4, ദാറ്റ് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് സർക്കംഫറൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ഹൈഡ്രോഡൈനാമിക് ടു തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് വേരീസ്. ഹൈഡ്രോഡൈനാമിക് ടു തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസിന്റെ റേഷ്യോ പ്രാൻഡിൽ നമ്പറുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് 5x ഡിവൈഡഡ് ബൈ REx, വേർ REx എന്ന് പറയുന്നത് എന്താണ്, റെയ്നോൾഡ്സ് നമ്പർ ആണ്. ആൻഡ് തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ പ്രാൻഡിൽ നമ്പർ റേസ് ടു 1/3. ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പ്രാൻഡിൽ നമ്പർ റേസ് ടു 1/3 ആണ്. ബട്ട് ഹിയർ ദാറ്റ് ആൻസർ ഈസ് നോട്ട് അവൈലബിൾ. നിയറസ്റ്റ് ആൻസർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാൻഡിൽ നമ്പർ റേസ് ടു 1/3 ആണ്. അപ്പോൾ റേസ് ടു 1/3 ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. പക്ഷെ ഇവിടെ 1/3 ഓഫ് പ്രാൻഡിൽ നമ്പർ കൺഫ്യൂസ് ആവരുത്. 1/3 ഓഫ് പ്രാൻഡിൽ നമ്പർ എന്ന് പറയുന്നത് PR/3 ആണ്. പ്രാൻഡിൽ നമ്പർ റേസ് ടു 1/3 എന്ന് പറയുന്നത് ഇതാണ്. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഓപ്ഷൻ മാറിപ്പോകരുത്. അപ്പൊ 1/3 ഇവിടെ ഇല്ലാത്തത് കൊണ്ട് റൂട്ട് എന്ന് നമുക്ക് ആൻസർ കൊടുക്കാം. റൂട്ട് എന്ന് പറയുമ്പോൾ PR/1/2. അത് ഒരു നിയറസ്റ്റ് പോസിബിൾ ആൻസർ ആണ്. സോ ഓപ്ഷൻ ഹിയർ ഇറ്റ് ഈസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, കോൾഡ് ഫ്ലൂയിഡ് enters at 30 degree and leaves at 50 degree, whereas the hot fluid enters at 150 degree and leaves at 130 degree. So the mean temperature difference for this case. കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ക്വസ്റ്റ്യൻ ആണ്. കോൾഡ് ഫ്ലൂയിഡ് ഇൻലെറ്റും എക്സിറ്റും തന്നിട്ടുണ്ട്. ഹോട്ട് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റും എക്സിറ്റും ടെമ്പറേച്ചേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. For a counter flow heat exchanger problem, we have this is the inlet, this is the exit. This is the inlet, this is the exit for cold and hot fluids. Temperature difference delta T is equal to THI minus TCO, 150 minus 50 100 എന്ന് കിട്ടും. Delta T2 is equal to THO minus TCI, 130 minus 30 100 എന്ന് കിട്ടും. രണ്ടും സെയിം ആയതുകൊണ്ട് ഡെൽറ്റ T1 ഉം T2 ഉം സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് 100 ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. സോ ഹിയർ ഓപ്ഷൻ ഈസ് സി,
100 degree Celsius ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ബോഡി വിത്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി G ആൻഡ് സെന്റർ ഓഫ് ബോയൻസി B, ദ കണ്ടീഷൻ ഓഫ് സ്റ്റെബിലിറ്റി വിൽ ബി. കണ്ടീഷൻ ഓഫ് സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ബോഡി. അപ്പോൾ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫോർ എ കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ബോഡി ലൈക്ക് എ സബ്മറൈൻ or a floating log underwater, the condition of stability depends on relative position of center of gravity and center of buoyancy. G എന്ന് പറയുന്നത് center of gravity, B എന്ന് പറയുന്നത് center of buoyancy. Condition ഇതാണ്, if G is below B, body is said to be stable. If G is above B, body is unstable. If G and B are coincident, neither stable nor unstable, അതായത് ന്യൂട്രൽ ഈക്വിലിബ്രിയം. ഒരു ചോദ്യം സ്റ്റേബിൾ ഈക്വിലിബ്രിയത്താണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ഈസ് ബി, ജി ഈസ് ലൊക്കേറ്റഡ് ബിലോ ബി ഫോർ സ്റ്റേബിൾ ഈക്വിലിബ്രിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ടർബുലന്റ് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ എ സർക്കുലർ പൈപ്പ് ഓഫ് ഡയമീറ്റർ D. ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ടർബുലന്റ് ഫ്ലോ ത്രൂ എ സർക്കുലർ പൈപ്പ്. ടർബുലന്റ് ഫ്ലോന്റെ കേസാണ്. ടർബുലന്റ് ഫ്ലോയില് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ടർബുലന്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലൂയിഡ് ഈസ് വെൽ മിക്സഡ്. ഒരു റാൻഡംനെസ് ആണ് ടർബുലന്റ് ഫ്ലോയിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയേണ്ടതായിട്ട്. അതുകൊണ്ട് മിക്സിംഗ് വളരെ വെൽ മിക്സിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2300 ആണെങ്കിൽ അത് ടർബുലന്റ് ആണ്, ലെസ് ദാൻ ആണെങ്കിൽ അത് ലാമിനർ ആണ്. ഓക്കെ, പൈപ്പ് ഫ്ലോയില്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും കൂടെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 1 and 4. Answer is A. Next question, a flow field which has only convective acceleration. Convective acceleration മാത്രം വരുന്ന ഏതാണ് കേസ്? സ്റ്റഡി യൂണിഫോം ആണോ, സ്റ്റഡി അൺസ്റ്റഡി യൂണിഫോം ആണോ? അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം. Acceleration in a flow field is divided into two components, local acceleration and convective acceleration. Local acceleration എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, വെറസ് കൺവെക്റ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡ്യൂ ടു പൊസിഷൻ. അതിനെ നമുക്ക് നോൺ യൂണിഫോം ഫ്ലോ എന്നും പറയാം. ഫസ്റ്റ് കേസ് നമുക്ക് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഓൺലി കൺവെക്റ്റീവ് എന്നാണ് ചോദ്യം. സോ ഫ്ലോ മസ്റ്റ് ബി സ്റ്റഡി ആൻഡ് ഫ്ലോ മസ്റ്റ് ബി നോൺ യൂണിഫോം ബൈ ഡെഫിനിഷൻ ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, എ സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ. Next question, as per common design practices, the three types of hydraulic turbines in descending order of flow rates. Flow rate ന്റെ descending orderൽ ടർബൈൻസിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ഹൈഡ്രോളിക് ടർബൈനിന്റെ ഫ്ലോ റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഹെഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പെൽട്ടൺ ടർബൈൻ ആണ്, അതൊരു ഇമ്പൾസ് ടർബൈൻ ആണ്. ദെൻ ഹൈ ഹെഡ് ലോ ഫ്ലോ റേറ്റ് ആണ്, ഹെഡ് കൂടുതലായിരിക്കും ഫ്ലോ റേറ്റ് കുറവായിരിക്കും. സെക്കൻഡ് വൺ ഫ്രാൻസിസ് ടർബൈൻ, ഒരു റിയാക്ഷൻ ടർബൈൻ ആണ്, വർക്കിംഗ് അണ്ടർ മീഡിയം ഹെഡ് വിത്ത് മീഡിയം ഫ്ലോ റേറ്റ്. തേർഡ് വൺ ഇസ് ദ കപ്ലാൻ ടർബൈൻ, ഇറ്റ് ഈസ് അഗൈൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ, suitable for low head very high flow rate. ചോദ്യം ഇവിടെ ഫ്ലോ റേറ്റിന്റെ ഡിക്രീസിംഗ് ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ ഇസ് ദ കപ്ലാൻ, സെക്കൻഡ് വൺ ഇസ് ദ ഫ്രാൻസിസ് ആൻഡ് തേർഡ് വൺ ഇസ് ദ പെൽട്ടൺ. സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, കപ്ലാൻ, ഫ്രാൻസിസ്, പെൽട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ. ഏതിനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് വേണ്ടാത്തത്, ആവശ്യമില്ലാത്തതാണ് ചോദ്യം. അപ്പൊ ആദ്യം ഫംഗ്ഷൻ ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്താ നോക്കാം. എ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് യൂസ്ഡ് ഇൻ റിയാക്ഷൻ ടർബൈൻ ലൈക്ക് ഫ്രാൻസിസ് ഓർ കപ്ലാൻ ടർബൈൻ, കണക്ടിംഗ് ദ റണ്ണർ ഔട്ട്ലെറ്റ് ടു ദ ടെയിൽ റൈസ്, allowing recovery of kinetic energy, maintaining suction head. കൈനറ്റിക് എനർജി റിക്കവറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഡ്രാഫ്റ്റ് ട്യൂബ്. മെയിൻ ആയിട്ട് നമ്മൾ റിയാക്ഷൻ ടർബൈനിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് കണക്ട് ചെയ്യുന്നത് റണ്ണർ ഔട്ട്ലെറ്റിൽ നിന്നും ടെയിൽ റൈസിലേക്കാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി. അപ്പോ ഇത് ഏതിനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് വേണ്ടാത്തത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് എന്നാണ് ചോദ്യം. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഫ്രാൻസിസ് ടർബൈൻ റിയാക്ഷൻ ടർബൈൻ ആണ്, കപ്ലാൻ ടർബൈൻ റിയാക്ഷൻ ടർബൈൻ ആണ്, പെൽട്ടൺ ടർബൈൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ടർബൈൻ ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സി, പെൽട്ടൺ വീൽ ടർബൈൻ.
does not require a draft tube. Next question, a pitot static tube measures. Pitot tube, static tube measure ചെയ്യുന്നത് ഏതാണ്? ഡൈനാമിക് ആണോ, സ്റ്റാറ്റിക് ആണോ, അബ്സല്യൂട്ട് ആണോ, അറ്റ്മോസ്ഫിയറിക് ആണോ? നോക്കാം. A pitot static tube is an instrument used in fluid mechanics to measure fluid velocity. Fluid velocity measure ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ആണ് pitot static tube. In a pitot tube, the fluid velocity is determined by measuring the difference between stagnation pressure and the static pressure, which equal to dynamic pressure. അതായത് total pressure അല്ലെങ്കിൽ stagnation pressure is equal to static plus dynamic ആണ്. Okay, static port, pitot static tube static port measure ചെയ്യുന്നത് static pressure ആണ്. അല്ലെങ്കിൽ pitot tube measure ചെയ്യുന്നത് അല്ലെങ്കിൽ pitot port total port measure ചെയ്യുന്നത് static plus dynamic ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈനാമിക് പ്രഷർ ആണ്. ആ ഡൈനാമിക് പ്രഷർ മെഷർ ചെയ്യുന്നത് വഴി നമുക്ക് ഫ്ലൂയിഡിന്റെ വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് മെഷേഴ്സ് ഡൈനാമിക് പ്രഷർ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ആണ്. ഒന്ന് ഫോഴ്സ് ഓഫ് അഡ്ഹീഷൻ, രണ്ടാമത്തേത് ഫോഴ്സ് ഓഫ് കൊഹീഷൻ. സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത് അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം മോളിക്യൂൾസ്, സിമിലർ മോളിക്യൂൾസ് ആകുമ്പോഴാണ് നമുക്ക് സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് എ ലിക്വിഡ്. ഇനി അഡ്ഹേഷൻ എന്താണെന്ന് നോക്കാം. അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് സബ്സ്റ്റൻസ്, മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അതിനെ അഡ്ഹേഷൻ അല്ലെങ്കിൽ അഡ്ഹേസീവ് ഫോഴ്സ് എന്ന് പറയാം. ഇവിടെ നമുക്ക് സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹേഷൻ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് റെപ്രസെന്റഡ് ബൈ. എക്സ് ഡയറക്ഷനിൽ എന്താണ് പ്രഷർ ഗ്രേഡിയന്റ് വരുന്നത്? സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ എന്താണ് ചോദ്യം. സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അത് നെയിം ഇംപ്ലൈസ് ഇറ്റ് ഡസ് നോട്ട് ഹാവിംഗ് എനി മോഷൻ, മോഷൻ ഒന്നുമില്ല. സോ only the pressure variation occurs due to vertical direction due to gravity. Static fluid movement ഒന്നുമില്ല. പിന്നെ പ്രഷർ വേരിയേഷൻ ആകെ വരുന്ന ഏതാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ആക്ഷൻ ഓഫ് ഗ്രാവിറ്റിയിൽ വരുന്ന പ്രഷർ വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്താണ് പ്രഷർ വേരിയേഷൻ എന്നാണ് ചോദ്യം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പ്രഷർ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഡോ പി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി റിലേറ്റ്സ്. അപ്പൊ എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്നുള്ള അറിയണം. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ആക്ച്വലി ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു, ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ നമ്മളതിനെ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയും. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ആണ്, വിച്ച് ഈസ് ഡിഫൈൻഡ് ടു ബി ദ ഡൈനാമിക് വിസ്കോസിറ്റി. ചോദ്യം ഇവിടാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി റിലേറ്റ്സ് ഷിയർ സ്ട്രെസ് ആൻഡ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ 3-dimensional ഫ്ലോ ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് ഗിവൺ അസ്. കണ്ടിന്യൂറ്റി ഇക്വേഷനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ 3-dimensional ഫ്ലോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് dou u by dou x plus dou v by dou y plus dou w by dou z is equal to 0, where u, v and w are the velocity components in x, y and z direction. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. dou u by dou x plus dou v by dou y plus dou w by dou z is equal to 0. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമൽ പോർഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.